ഹലോ, അപ്പോൾ എല്ലാവരെയും നമ്മുടെ ചാനലിലോട്ട് സ്വാഗതം ചെയ്യാണ്. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ എന്നത്തെയും പോലെ തന്നെ ഇന്നും രാവിലെ ഞാൻ എണീറ്റ് വന്നതും ചെയ്യാറുള്ളത് എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് തയ്യാറാക്കുകയാണ് എന്നും ചെയ്യാറുള്ളത് കേട്ടോ. അതാണ് രാവിലെ എണീറ്റതും ആദ്യം ചെയ്യാറുള്ളത്. അപ്പോൾ മോൾ അവിടെ ഉറങ്ങുകയാണ്, അതുകൊണ്ടാണ് എനിക്കിപ്പോൾ വീഡിയോ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ മോൾക്ക് കൊടുക്കുന്നത് എന്നല്ല ഡെയിലി ഞാൻ രാവിലെ കൊടുക്കാറുള്ളത് കോറയാണ്. കോറ, റാഗി എന്നൊക്കെ പറയും, അല്ലെങ്കിൽ പഞ്ഞപ്പുല്ല് എന്നും പറയും അല്ലേ? ചിലയിടങ്ങളിലൊക്കെ ഇങ്ങനെ പഞ്ഞപ്പുല്ല് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം ഇതാണ് ഞാൻ കൊടുക്കുന്നത്. അത് ഞാൻ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തേക്ക് വേണ്ടിയിട്ടുള്ളത് ഇന്നലെ വൈകിട്ട് വെള്ളത്തിൽ കുതിർക്കാനിടും. അതിൻ്റെ കൂടെ തന്നെ ഒരു 2-3 ബദാമും കൂടി ചേർത്തിട്ടാണ് ഞാൻ തയ്യാറാക്കാറുള്ളത്. ഇത് കുതിർത്തിയിട്ട് പിറ്റേ ദിവസം രാവിലെ നമ്മൾ ഈ ബദാമിൻ്റെ തോലൊക്കെ കളഞ്ഞ് അരച്ചെടുത്തിട്ട് അതിന് കുറുക്കിയിട്ട് അതിൽ ഒരല്പം നെയ്യ് വേണമെങ്കിൽ നമുക്ക് ചേർക്കാം. ഇതിപ്പോൾ നമ്മൾ തയ്യാറാക്കുമ്പോൾ കുഞ്ഞിനൊരു രുചിക്ക് വേണ്ടിയിട്ട് നമ്മൾക്ക് പനങ്കൽക്കണ്ടം അല്ലെങ്കിൽ ഉപ്പ് ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. മുൻപൊക്കെ ഞാൻ കൽക്കണ്ടം ചേർത്തിട്ട് ആണ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇപ്പോൾ ഞാൻ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ചും കൂടിയും കുഞ്ഞ് വലുതായില്ലേന്ന് വെച്ചിട്ട് 1 വയസ്സാവാറായി. 1 വയസ്സായിട്ടില്ല, ആവുന്നേ ഉള്ളൂ. അപ്പം ഞാൻ ഇപ്പോൾ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നന്നായി വേവിക്കണം. നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ നന്നായിട്ട് അത് വേവിച്ചിട്ട് അതിലോട്ട് നമുക്ക് ഒരല്പം നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. കോറ പൊടിച്ചിട്ട് നമ്മൾ കുറുക്കാക്കി കൊടുക്കുന്നതും വളരെ നല്ലത് തന്നെയാണ് കേട്ടോ. ഞാൻ മുൻപ് അങ്ങനെയായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പം അത് ജസ്റ്റ് ഒന്ന് മാറ്റി പിടിച്ചേക്കാം എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത്. അപ്പം ഞാനത് ഈ കുഞ്ഞിൻ്റെ അടുത്തേക്ക് വന്നതാണ്. കുഞ്ഞ് എണീറ്റിട്ടുണ്ട്, എന്നെ കണ്ടപ്പോൾ ചിരിച്ച്. പിന്നെ നമ്മുടെ വീട്ടിൽ റോഡ് വീലർ ഉണ്ട്. അപ്പോൾ മോൾക്ക് അതിന് നോക്കി നിൽക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്നും ഡെയിലി രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഈ ജനാല തുറന്ന് വെച്ചിട്ട് അതിന് നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ കുറച്ച് സമയം അങ്ങനെ കരയാതിരിക്കുമല്ലോ എന്ന് കരുതിയിട്ട് ഞാനും അതിന് സമ്മതിച്ചു കൊടുക്കും. പിന്നെ ഞാനിത് കുറുക്ക് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. കുഞ്ഞിന് ഭക്ഷണം കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ, ഭയങ്കര മടിയാണ്, കഴിക്കത്തേയില്ല. നമ്മൾ ഒരുപാട് നിർബന്ധിച്ചിട്ട് വേണം കൊടുക്കാൻ, കഴിക്കുകയില്ല, ഭയങ്കര മടിയാണ്. അപ്പം ഞാൻ ഭക്ഷണം കൊടുക്കുന്നതിൻ്റെ മുൻപ് നമ്മളൊരു വിറ്റാമിൻ ഡിൻ്റെ ഒരു മരുന്ന് ഉണ്ടല്ലോ, ഒരു 5 തുള്ളി കൊടുക്കാനുള്ളത്, ഡെലീഷ്യസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് കൊടുക്കാറുണ്ട് കേട്ടോ. ഒരു 5 തുള്ളി രാവിലെയും പിന്നെ വൈകിട്ട് നമ്മൾ D3+ വിറ്റാമിൻ ഡിൻ്റെ ആണ് അതൊക്കെ. അങ്ങനെ ഇത് രണ്ടും കൊടുക്കാറുണ്ട്. പിന്നെ ഞാൻ കുഞ്ഞിന് കുറുക്ക് കൊടുക്കുകയാണ്. കുഞ്ഞ് ഇങ്ങനെ ഇരുന്ന് കഴിക്കില്ല. കുഞ്ഞ് ഭയങ്കര മടിയാണ്, ഇങ്ങനെ കഴിക്കില്ല. കാലിൽ കിടത്തിയിട്ട് തന്നെ കൊടുക്കണം. കാലിൽ കിടത്തി കൊടുക്കുന്നത് അത്ര നല്ലതല്ല എന്നറിയാം, എങ്കിലും കുട്ടി കഴിക്കില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭയങ്കര മടിയാണ്. അതുകൊണ്ട് ഞാൻ കാലിൽ കിടത്തിയിട്ടാണ് ഫുഡ് കൊടുക്കാറുള്ളത്. നിങ്ങളാരും അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ കൊടുക്കരുതാരും. എനിക്കറിയാം ഇങ്ങനെ കൊടുക്കുന്നത് നല്ലതല്ല എന്ന്, പക്ഷേ കുട്ടി കഴിക്കില്ല, അല്പം പോലും കഴിക്കില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ കൊടുക്കുമ്പോൾ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതേ കണ്ടില്ലേ, കഴിക്കുന്നേ ഇല്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ കുറച്ചെങ്കിലും കഴിക്കുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാനിങ്ങനെ കൊടുക്കുന്നത്. എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കില്ല. ഞാൻ ഒരുപാട് ട്രൈ ചെയ്തിട്ടുള്ളതാണ്, കഴിക്കില്ല, ഭയങ്കര മടിയാണ്. ഫുഡ് കുറച്ചൊക്കെ കഴിപ്പിച്ചു കേട്ടോ. എന്നിട്ട് ഞാൻ മുഖമൊക്കെ കഴുകി കൊടുത്ത് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്ത് അങ്ങനെ ഇരുത്തിയിരിക്കുകയാണ്. കളിക്കും, കുറച്ച് നേരമൊക്കെ കളിക്കും, പിന്നെ വീണ്ടും കരയും, അങ്ങനെയൊക്കെ തന്നെ. എന്നിട്ട് ഞാൻ മുറ്റം ഒന്ന് അടിച്ചു വിടാമെന്ന് കരുതിയിട്ട് നമ്മുടെ മുറ്റം ഒന്ന് അടിക്കാൻ കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കുറച്ച് പൂച്ചെടിയൊക്കെ നനച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ തെങ്ങ്, ഡെയിലി പോലുള്ള ഓരോ ചെടികളൊക്കെ നനച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ നായ്ക്കുട്ടികൾക്കൊക്കെ ഭയങ്കര ചൂടാണ്. അപ്പോൾ നായിൻ്റെ കൂടുണ്ടല്ലോ, ആ ഒരു കൂടൊക്കെ നമ്മൾ നനച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ പാലക്കാട് ഭയങ്കര ചൂടല്ലേ, അതുകൊണ്ട് എല്ലാം ഒന്ന് നനച്ചു കൊടുത്തു. പിന്നെ നമ്മൾ കുറച്ച് വെള്ളം എടുക്കണമായിരുന്നു കുടത്തിൽ. അപ്പോൾ നമ്മൾ വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ പോയത് ഫുഡ് കഴിക്കാനാണ് കേട്ടോ. രാവിലെ നമ്മൾക്ക് നല്ല മട്ട അരിയുടെ ഇഡലിയും സാമ്പാറും കൂടിയിട്ടാണ് കഴിച്ചത്. ഭയങ്കര ടേസ്റ്റി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ സാധാരണ ഒരു ഇഡലി കഴിക്കും പോലെ അല്ല, മട്ട അരിയുടെ ഇഡലി എന്ന് പറയുമ്പോൾ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. നല്ല സാമ്പാറും കൂട്ടി അടിപൊളിയായിട്ട് നമ്മൾ ഫുഡ് കഴിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.